ഈ ആരാധികമാരെ അല്ലെങ്കിൽ ആരെങ്കിലും പ്രപ്പോസ് ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും ലൈഫില്? ഇഷ്ടം, പ്രണയം, പ്യാർ, മുഹബത്ത്? പിന്നെ ഉണ്ടോന്നോ അതൊക്കെ ആലോചിച്ച് പറയുന്നല്ലേ. ഉണ്ട് ഞാൻ ഓർക്കുന്നു. ഉണ്ട്. അപ്പോ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യാണ്. അതായത് ശ്യാം ഒരു കാമുകൻ, ഇതൊരു കാമുകി, ശ്യാമിന്റെ കാമുകൻ. ഞാൻ ജയിച്ചാ സീരിയലോ നമുക്ക് ഒന്നിക്കാൻ പറ്റില്ല, എവിടെയെങ്കിലും നമുക്ക് ഒന്നിക്കാൻ പറ്റുന്ന ഒരു ചാൻസ് ആണ്. തീർച്ചയായിട്ടും. അതെ, ഇന്നതുപോലെ നമ്മൾ പറയില്ല. ഞാൻ ശ്യാമിന് ഇഷ്ടമുള്ള പോലെ രീതിയിൽ ടെസ്സയെ പ്രപ്പോസ് ചെയ്യാം, ഇഷ്ടമുള്ള പോലെ ആ ഡയലോഗ്സ് ഫ്രെയിം ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. റെഡി അല്ലേ? പക്ഷെ അതിന് കുറച്ച് വേറെ കാര്യങ്ങളുണ്ട്. സോ നമ്മുടെ പ്രോപ്പർട്ടി ഇവിടെ വന്നിരിക്കുകയാണ്. കണ്ടോ, പുളി ഇഷ്ടമല്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? കുറച്ചു പേർക്ക് ഉണ്ട്, എന്നാലും കുറച്ചു പേർക്ക് ഇഷ്ടമാണ്. ഈ പുളി ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ഒരു ബോളായിട്ട് എടുക്കണം. ഇത്ര ഉള്ള ഒരു ബോൾ ആവണം. ബോൾ എടുത്തിട്ട് വായിലിടണം. പറയുമ്പോ തന്നെ എനിക്ക് പുളിക്കുന്നു. എന്നിട്ട് വായിലിട്ടിട്ട് പുളി കഴിച്ചതിന്റെ ഒരു എക്സ്പ്രഷൻ പോലും മുഖത്ത് വരാൻ പാടില്ല. മനസ്സിലായോ? പുളി കഴിക്കുമ്പോൾ ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ ഇങ്ങനെ, അതൊന്നും ശ്യാമിന്റെ മുഖത്ത് വരാതെ ഫുൾ ഈ പുളി ഇങ്ങനെ വായില് നമ്മള് ചവച്ചോണ്ടിരുന്നിട്ട് ഞാൻ പറയാൻ പോലും നാക്കിനടി വെച്ചാൽ മതി. അപ്പോഴും പുളിയുടെ ടേസ്റ്റ് വരുമല്ലോ. ഒരു എക്സ്പ്രഷൻ പോലും കാണിക്കരുത് പുളി കഴിച്ചു എന്ന്. ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് ടെസ്സയെ പ്രപ്പോസ് ചെയ്യണം. അപ്പോ ആദ്യത്തെ പുളി ഉണ്ടാ ശ്യാം കഴിക്കാൻ പോവാണ്. റെഡി, 1 2 3 എടുത്തോ. ഇച്ചിരി വലുത് എടുക്കണം. മ്യൂസിക്. അത് മതി, അതെടുത്തോ. പോരട്ടെ. നമ്മൾ ഒരുപാട് വർഷങ്ങളുടെ പരിചയമുണ്ട്. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് ഹൈ ടൈം. എനിക്കത് പറഞ്ഞേ പറ്റുള്ളൂ. പുളി കഴിക്കടാ. ഇത് ഇറക്കണ്ടേ? ഇവന് പുളി കൊടുത്തിട്ടൊരു മീച്ചയില്ലല്ലോ. എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ്. ബട്ട് ഇത്ര നാളത്തുള്ള ഇഷ്ടം പറയുന്നത് പോലെ അല്ലേ ഇപ്പോഴത്തെ ഇഷ്ടം പറയുന്നത്. എന്താന്ന് വെച്ചാല് ഇറ്റ്സ് ബീൻ ഹൈ ടൈം. കാരണം എനിക്കിത് ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് നിന്നോട് പറഞ്ഞേ പറ്റുള്ളൂ. യെസ് ആണെങ്കിലും നോ ആണെങ്കിലും. ഇത് ഇറക്കട്ടോ. നീ എന്താ പുളി കഴിച്ചിട്ടൊരു ഭാവമില്ലാത്ത? അത് ഇത് പുളിയുടെ ഇത് വരാൻ പാടില്ല. എന്നാലും അറിയാട്ടെ. ശരി പറ. എന്റെ വായിലാണല്ലോ ഒരു ദിവസം ഞാൻ എന്റെ വീട്ടിൽ അച്ഛനമ്മയും കുട്ടി ഞാൻ അങ്ങോട്ട് വരട്ടെ. ഒരിക്കലും ചെയ്യരുത്. നോ പറഞ്ഞാലും എസ് പറഞ്ഞാലും എനിക്കൊന്നുമില്ല. പക്ഷെ എന്റെ മനസ്സിലുള്ള എനിക്കത് പറഞ്ഞാലേ പറ്റുള്ളൂ. അതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. പുളി കഴിക്കും. ഈ പുളി നിന്നോണ്ട് പ്രപ്പോസ് ചെയ്യാൻ എങ്ങനെയുണ്ട്? പറ അടുത്ത പറ. അതുകൊണ്ടാണ് ഞാൻ അധികം ആരും പ്രപ്പോസ് ചെയ്യാത്തത്. പ്രപ്പോസ് ഇങ്ങോട്ടാണ്. ഞാൻ പുളി ഇങ്ങോട്ട് ഒരുപാട് സുന്ദരിമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്റെ മനസ്സിൽ നിന്നിട്ടുള്ളത് താനാണ്. ഓവറാക്കലടാ. കഴിച്ചു. ഒരു ദിവസം ഞാൻ നിന്റെ സൗകര്യം കൂടി അച്ഛനമ്മയെ കൂട്ടി ഞാൻ അങ്ങോട്ട് വരട്ടെ. നോ പറയരുത്. അച്ഛനമ്മ ഇല്ലാതെ വന്നാ മതി. ശരിയാ, ഞാനൊന്ന് നോക്കട്ടെ. എന്തോന്ന് പുളി? ഒരു പുളിയുമില്ല. പുളിയില്ലാത്ത പുളിയും. അയ്യേ, പറ്റിച്ചു. കടക്കാരൻ പറ്റിച്ചു. ഇത് ആർക്ക് വേണമെങ്കിലും എത്ര മണിക്കൂർ വേണമെങ്കിലും അഭിനയിക്കാം അല്ലേ? നല്ല മധുരം. എന്റെ കൂടെ കഷ്ടമായി. വായിന്ന് വെള്ളം വന്ന മുഴുവൻ എന്റെ. ഒരു വികാരമില്ലാത്ത പുളിയായി. ശരി.